പുളിയും എരിവും അധികം ചേർത്തിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഒരു പഴയുള്ളൂ, പഴം നന്നായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം വെച്ച്, ഏകദേശം ഒരു 2 കപ്പ് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. എന്നിട്ട് അതിലേക്ക് ഈ കഷ്ണം മുറിച്ച് വെച്ച് പഴം ചേർത്തു. എന്നിട്ട് ഒരു കഷ്ണം ശർക്കരയും ചേർത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പം തൽക്കാലം ഞാൻ ഒരു ശർക്കര, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ അടച്ച് വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് പെട്ടെന്ന് പഴമല്ലേ, പഴുത്ത പഴമാണ്, അപ്പോൾ പെട്ടെന്ന് വേവും. അപ്പം ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിക്കുക. എന്നിട്ട് നമ്മൾ നാളികേരം ചേർക്കണില്ല കേട്ടോ ഇതിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ജീരകവും ഒരു 2-3 പച്ചമുളകും കൂടി